ഉറക്കമൊക്കെ ശരിയായോ? ഇങ്ങനെ നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളോട് പലരും ചോദിച്ചിരിക്കാം ഉറക്കമെല്ലാം ശരിയായോ എന്നുള്ളത്. ഉറക്കം ശരിയായോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയും നന്നായി ഉറങ്ങി. ആ ഒരു ടോണിൽ തന്നെ ഉണ്ട് ആ റിലാക്സേഷൻ അല്ലേ? സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്? എന്താണ് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ്? ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ ആണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടാടുന്നതെന്ന്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്? വേൾഡ് സ്ലീപ്പ് ഡേ ഇസ് എൻ ഇന്റർനാഷണൽ അവയർനെസ് ഡേ ഫോക്കസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി സ്ലീപ്പ്. അപ്പോൾ വേൾഡ് സ്ലീപ്പ് ഡേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? നമ്മുടെ ഉറക്കം ശരിയാവും എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പിക്കണം. ശരിയാണ്, നമ്മൾ നന്നായി ഉറങ്ങി ഇന്നലെ എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കണം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉറക്കം ഒരു ലക്ഷറി കാര്യമൊന്നുമല്ല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഉറക്കം. സോ വെൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ്, എന്ത് വേൾഡ് സ്ലീപ്പ് ഡേ അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. എന്നാണ് വേൾഡ് സ്ലീപ്പ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്? ഇറ്റ്സ് സെലിബ്രേറ്റഡ് എവ്രി ഇയർ ഓൺ ദ ഫ്രൈഡേ ബിഫോർ സ്പ്രിംഗ് എക്വിനോക്സ്. യൂഷ്വലി മാർച്ചിലാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം ഇന്ന് ഒരു ഫ്രൈഡേ ആണ് അല്ലേ, March 13 ഫ്രൈഡേ. സോ വി ആർ മേക്കിംഗ് അവയർനെസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. അത്രയുള്ളൂ കാര്യം. ഇനി പേർപ്പസ് ഓഫ് വേൾഡ് സ്ലീപ്പ് ഡേ, എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ പർപ്പസ് എന്താണ്? നമ്മളൊരു കാര്യം ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉണ്ടാവില്ലേ? ബിക്കോസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. The day is meant to remind people that sleep is not a luxury, it's a basic human need. ബേസിക് ഹ്യൂമൻ നീഡിൽ ഉറക്കമുണ്ടോ? ഉണ്ട്. ഭക്ഷണം, വസ്ത്രം, നല്ല വായു, അതുപോലെ തന്നെ ഷെൽട്ടർ, അതിൻ്റെ ഒപ്പം ഉറക്കവും വേണം ഒരു മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാൻ. The campaign focuses on promoting healthy sleep habits, raising awareness about sleep disorders, educating people about importance of quality sleep. ക്വാളിറ്റി സ്ലീപ്പ്, നമ്മൾ എത്ര നേരം ഉറങ്ങിയെന്നല്ല, ആ ഉറക്കത്തിന് എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം. എൻകറേജിങ് ബെറ്റർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. നന്നായി ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ പിറ്റേ ദിവസം നന്നായി വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ശാസ്ത്രം തെളിയിച്ചത്. ശാസ്ത്രീയ വശങ്ങൾ കുറേ ഉണ്ട്. സിർക്കാഡിയൻ ഋതത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലോക്ക് ഉണ്ട്. നമ്മളുടെ മുന്നിലൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കോ അലാമോ ഒക്കെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ക്ലോക്ക് ഉണ്ട്. ആ ഒരു ക്ലോക്കിന് പറയുന്നതാണ് സിർക്കാഡിയൻ ഋതം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാലത്താവുമ്പോൾ നമ്മൾ ഉണരുന്നു, സൂര്യപ്രകാശമൊക്കെ നമ്മൾ ഉണർത്തുന്നു. രാത്രി ആ ഒരു ഡാർക്ക്നെസ് മോഡിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നു അല്ലേ? എന്തിനാ എങ്ങനെയാ അതൊക്കെ നടക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻബിൽഡ് ക്ലോക്ക് നമ്മൾ ഈ 24 hours എങ്ങനെ മൂവ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. സോ സ്ലീപ്പ് ഈസ് നോട്ട് ലക്ഷറി, ഇറ്റ് ഈസ് അവർ ബേസിക് നീഡ്. വൈ സ്ലീപ്പ് അവയർനെസ് മാറ്റേഴ്സ്? എന്തുകൊണ്ടാണ് സ്ലീപ്പ് അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ലാക്ക് ഓഫ് സ്ലീപ്പ് ക്യാൻ കോസ് പുവർ കോൺസെൻട്രേഷൻ ഇൻ സ്റ്റുഡൻസ്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർ രാത്രിയൊക്കെ ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുമല്ലേ? പക്ഷെ പരീക്ഷാ സമയത്ത് എല്ലാ എഡ്യൂക്കേറ്റേഴ്സും പറയുന്ന കാര്യമാണ്, പരീക്ഷയുടെ തലേദിവസം ഉറക്കൊളിച്ചിരുന്ന് പഠിക്കരുത്. പിറ്റേ ദിവസം നമുക്ക് ഓർമ്മ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം നല്ലോണം ഉറങ്ങിയാൽ മാത്രമേ രാത്രി 6 hours 7 hours സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം നമ്മൾ പഠിച്ചൊക്കെ ഓർക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ് അല്ലേ? സോ നമ്മുടെ കോൺസെൻട്രേഷന് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വലിയവരിലാണെങ്കിൽ സ്ട്രെസ്സും മൂഡ് പ്രോബ്ലംസ് എല്ലാം കുറയ്ക്കാനായിട്ട് ഈ ഒരു ഉറക്കം നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. നന്നായി ഉറങ്ങി എണീറ്റ ഒരാൾക്ക് കാലത്ത് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉറങ്ങിയില്ലെങ്കിലോ ഇമ്മ്യൂണിറ്റി വീക്കാവും. അതൊരു കാര്യമാണ്. ബോഡി ടയേർഡാണ് ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് ദ റെസ്റ്റ് അല്ലേ? ആ റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്, അത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാവാനും ചാൻസ് ഉണ്ട് ഉറക്കം കുറയുമ്പോൾ. ആൻഡ് ഹൈ റിസ്ക് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ലേറ്റർ ലൈഫ്. നമ്മൾ കുറേ നാൾ ഉറങ്ങാണ്ടിരിക്കുക എന്ന് വെച്ചോ, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ ഹെൽത്തി സ്ലീപ്പ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലീപ്പ് 8 to 10 hours എവറി നൈറ്റ്. 10 hours ഒക്കെ ലക്ഷറി ആയിട്ട് ചിലപ്പോൾ തോന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 hours എങ്കിലും ഉറങ്ങാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം.
അവോയ്ഡ് സ്ക്രീൻ ബിഫോർ ബെഡ് ടൈം. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. കീപ്പ് എ ഫിക്സ്ഡ് ടൈം ഷെഡ്യൂൾ. ഉറങ്ങാനായിട്ടൊരു ടൈം ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്തിന് നമ്മൾ ഉറങ്ങും. അതൊരു ഷെഡ്യൂൾ കീപ്പ് ചെയ്യണം നമ്മൾ. ക്രിയേറ്റ് എ ക്വയറ്റ് ആൻഡ് ഡാർക്ക് സ്ലീപ്പ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ശാന്തമായ ഒരു കുറച്ച് ഡാർക്ക് എൻവയോൺമെൻ്റ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം താനേ വരും എന്ന് പറയുന്നത്. പണ്ടൊക്കെ അമ്മമാർ പാട്ടൊക്കെ പാടി ഉറക്കല്, അമ്മമാരോ അമ്മൂമ്മമാരോ ഒക്കെ പാട്ട് പാടി ഉറക്കല് നല്ല രസമായിരുന്നു അല്ലേ ആ ഒരു സമയം. അപ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ഉറങ്ങിപ്പോവും. പക്ഷെ ഇപ്പോൾ കുറേ ടെൻഷൻസും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എവിടെ ആരും ഉറങ്ങാൻ എന്നുള്ള ചിന്തയാവില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ലീപ്പ് അവയർനെസ് ഡേക്ക് ഈ വീഡിയോ ഇട്ടതും കേട്ടോ. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ത്രൂ ഔട്ട് നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല, കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? നമുക്ക് പകലൊക്കെ ഇത്രയെങ്കിലും നാപ്പ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു സ്ലീപ്പിന്, ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാലും ആ സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാർക്ക് ഇത്രയെങ്കിലും നാപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഉറക്കക്കുറവ് നമുക്ക് മാനസിക സമ്മർദ്ദവും പ്രതിരോധശേഷി കുറവൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സറിയാം. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉറങ്ങാൻ വിടുന്നതല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെന്ത് തന്നെ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ സ്ട്രെസ് ആയിക്കോട്ടെ, ഇൻറ്റേർണൽ സ്ട്രെസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതൊരു ഈസി ടെക്നിക്കാണ്. ആ സ്ലീപ്പിനൊന്ന് നമുക്ക് ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പകലുറക്കമല്ല, ചെറിയൊരു നാപ്പെങ്കിലും എടുക്കുക, ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്ലീപ്പ് എന്നുള്ളതൊരു റുട്ടീനാക്കി നമ്മുടെ ജീവിതത്തിലൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് ആ കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് സ്ലീപ്പ് ഇസ് ഫൗണ്ടേഷൻ ഓഫ് ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി. നല്ല ഉറക്കം നമ്മുടെ ഹെൽത്തിൻ്റെയും മൈൻഡിൻ്റെയും ബെസ്റ്റ് ഫൗണ്ടേഷനാണ്. ഇനി സ്ലീപ്പ് അവയർനെസ് ഡേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. നമ്മൾ ഉറങ്ങാനായിട്ട് നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്യണത് നമ്മുടെ ബെഡും പില്ലോസും ഒക്കെ അല്ലേ. ഇന്ന് വേണമെങ്കിൽ പോയിട്ട് പുതിയ പില്ലോവും ബെഡൊക്കെ വാങ്ങാട്ടോ. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റായിട്ട് ഞാൻ സൂപ്പറായിട്ട് ഉറങ്ങും എന്നൊക്കെ വിചാരിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാട്ടോ. അങ്ങനെ ചെയ്യാം. പുതിയ ബെഡ് വാങ്ങാം, പുതിയ പില്ലോ വാങ്ങാം, ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, പില്ലോ കേസ്, ഇതൊക്കെ വാങ്ങി നമുക്ക് സ്ലീപ്പ് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം. നല്ല മ്യൂസിക്കൊക്കെ വെച്ച് സ്ലീപ്പിലേക്ക് പോവാം. അപ്പോൾ നല്ല എൻജോയ് യുവർ സ്ലീപ്പ്. ഓക്കെ, ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ ആണ്. അതുകൊണ്ട് എൻജോയ് ചെയ്യുക എല്ലാവരും. നന്നായി ഉറങ്ങുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, just go for a subscription and comment below what is your thought about sleep. So happy sleep day. Thank you for listening to me.